ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈ ഇറാന് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണമൊക്കെ വരുന്നത് ഇറാന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സിറിയയിലടക്കം ലെബനിലടക്കം ഇപ്പോൾ അല്പം സമാധാനം വന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇറാനെതിരെ ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ ആ മേഖല ഒരു യുദ്ധമേഖലയായി മാറും എന്നുള്ള ആശങ്കയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പരസ്പരം ചർച്ചകൾ നടത്തുന്നു, അത് പുരോഗമിക്കുന്നുമുണ്ട്. അമേരിക്കയാകട്ടെ നാളെ 6ാം വട്ട ചർച്ച ഒമാനിൽ വെച്ച് ഇറാനുമായി നടത്താനിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ആക്രമണം നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം താങ്കളും കേട്ടല്ലോ. ആ പ്രതികരണം സംഭവം അറിഞ്ഞിരുന്നു, ഇങ്ങനൊരു നീക്കം അറിഞ്ഞിരുന്നു, പക്ഷേ തങ്ങളുടെ പങ്കില്ല, അമേരിക്കയ്ക്ക് ഇതിൽ പങ്കില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. യുദ്ധത്തിൽ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ഈ വാക്കിനൊക്കെ ഒരു വിലയുണ്ടാകില്ലേ? ഈ ചർച്ചകൾ നടത്തിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞാനിപ്പോൾ 2 വർഷത്തിലോട്ടും വരാം. ആദ്യം രണ്ടാമത്തെ പോർഷൻ പറഞ്ഞതിനെക്കാട്ടും മുമ്പ് ഞാൻ പറയട്ടെ, ഇറാൻ എന്ത് ധാർമ്മികത ഉള്ള ഇക്കാര്യത്തിൽ? 3 വലിയ യുദ്ധങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് നടത്തി. ഇറാൻ അതിൽ വല്ലതും ഇടപെട്ടോ? അന്നൊക്കെ ഇറാൻ എന്താ എടുത്തിരുന്ന സ്റ്റാൻഡ്? അത് അറബ് രാഷ്ട്രങ്ങളുടെ പ്രശ്നമാണെന്നുള്ള മട്ടിലാണ്. ഇറാൻ എപ്പോഴും ഞാനൊരു വാക്ക് ഉപയോഗിക്കട്ടെ, അതൊരു ആര്യൻ രാഷ്ട്രമാണ്. നമ്മൾ ഷിയ രാഷ്ട്രം എന്നൊന്നും പറയണ്ട. അതിൻ്റെ രസാപല്ലവിയുടെ ഇത് പേര് തന്നെ ആര്യ മെഹർ എന്നാണ്, മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ നമ്മളായിട്ട് അവർക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് അവിടെ ഞാൻ തുടക്കി പറയാം, ഒരു യുദ്ധത്തിലും അവർ സഹകരിച്ചിട്ടില്ല, ഒരു യുദ്ധത്തിലും അവർ സഹായിച്ചിട്ടില്ല. ഇവരെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ അറബ് രാഷ്ട്രമായിട്ടാണല്ലോ യുദ്ധം ചെയ്തത്, 10 കൊല്ലം ഇറാഖായിട്ടുള്ള യുദ്ധം ചെയ്തത്. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, നമ്മുടെ ബി ജെ പറഞ്ഞ മാതിരി ഒരു ഷിയ അലയൻസ്. എന്ത് അലയൻസാണത്? അത് ഇറ്റ്സ് എൻ അലയൻസ് ഓഫ് ടെററിസം, അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ആൻ അലയൻസ് ഓഫ് ബിറ്റ്വീൻ കൺട്രീസ്. മനസ്സിലായില്ലേ? ഷിയായിട്ട് മിലിഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിൽ, മനസ്സിലായില്ലേ, ഷിയായിട്ട് മിലിഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് ലെബനൻ, ഇവിടെയൊക്കെ ഷിയ ഒരു ചെറിയ പോപ്പുലേഷൻ ഉണ്ട്. അതേമാതിരി തന്നെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട്, അതെല്ലാം ഷിയ, അത് അവർ തമ്മിലുള്ള വംശീയമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അബ്രഹാമിക് അക്കോർഡ് എന്നുള്ള നിലക്ക് സുന്നി രാഷ്ട്രങ്ങളെ ഏകപക്ഷീയമാണ്. ഇന്ന് രണ്ടാമത്തെ വലിയ ബ്ലണ്ടർ ഇറാൻ പറയുന്നത്, ഞങ്ങൾ അവർക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്ന്. അതിനുള്ള ശേഷിയൊന്നും ഇറാനില്ലാന്നേ. ഇറാൻ്റെ നിങ്ങൾ നോക്കൂ, ഇറാൻ്റെ എല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ട് ഇത്തവണ യുദ്ധമുണ്ടായി. അപ്പോൾ അവർ വലിയ ചൈനയായിട്ട് വലിയ തോതിലുള്ള ഇതുണ്ടാക്കുകയും മറ്റേ അലയൻസ് ഉണ്ടാക്കുകയും അവരുടെ വിമാനങ്ങളെ JF എന്ന പേരിൽ വിമാനങ്ങളും J-10 ഒക്കെ ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിന് വന്ന് ഇവരുടെ വ്യോമസേന എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ 40 കൊല്ലങ്ങൾക്ക് പഴയമുള്ളൊരു വ്യോമസേനയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഡ്രോണുകൾ വിടുന്നു. അയൺ ഡ്രോമിനെതിരായിട്ട് മിസൈലുകൾ പോയിട്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് അകത്ത് പോയത്. അപ്പം ആണ്. എന്നിട്ടിപ്പോൾ ഡ്രോൺ അവിടെ പോയിട്ടൊന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി വലിയ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരായിട്ടാണ് ഡ്രോൺ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് അയൺ ഡോം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനാവശ്യമായിട്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടാണല്ലോ. അവരിപ്പോൾ അനാവശ്യമായിട്ട് നേരിട്ട് ഇടപെടാതെ ഇൻഡയറക്റ്റ്ലി പോയിട്ട് ഇടപെടുകയും ഇവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് മറ്റേ ശ്രുതി പറഞ്ഞ ചോദ്യത്തോട് അമേരിക്ക ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ലോകത്ത് മുഴുവൻ കാപഢ്യമാണ്, ഡബിൾ സ്പീക്ക്. നമ്മൾ പറയാം ഓർവേലിയൻ ഡബിൾ സ്പീക്കാണ്. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? ഉദാഹരണം, ഇന്ത്യ ആയിട്ടുള്ള ഉടമ്പടി, പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം ഇത് നിർത്തുന്നതിൽ ഇടപെട്ടിട്ട് പറയുന്നത് ഞങ്ങളത് മാർക്ക് റൂബിയോ പറഞ്ഞെന്താ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? പക്ഷേ തിരിച്ച് പിന്നീട് പറയണം എന്താ, ഇന്ത്യ ഗവൺമെൻറ് അതിന് മര്യാദക്ക് ഉത്തരം കൊടുക്കാനും പറ്റുന്നില്ല. അത് ഞങ്ങൾ ഇടപെട്ടിട്ട് തന്നെയാണ് ട്രേഡ് എംബാർഗോ കൊണ്ടുവരുമെന്നുള്ളതൊക്കെ രണ്ടുപേരെയും പേടിപ്പിച്ച് ഇടപെട്ടാണ്. യുക്രൈനിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാറ്റോയിലൂടെയാണ് അവർ യുദ്ധം നടത്തുന്നത്. പാകിസ്ഥാനായിട്ട് അവർ പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് മുഴുവനും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധവിമാനങ്ങളും പോർവിമാനങ്ങളൊക്കെ അവരാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അവരൊരു മാറിയിട്ട് വേറെ കളിയിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലോക പോലീസ്മാൻ എന്നുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നമ്മളെല്ലാവരും എതിർത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ, മനസ്സിലായില്ലേ, ഏറ്റവും പണ്ട് കാലത്ത് ശീത സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ സമര കാലഘട്ടത്തിൽ, മനസ്സിലായില്ലേ, എല്ലാവരും ക്ലിയർ ആയിരുന്നു. ഇറ്റ് ഈസ് എ ഐഡിയോളജിക്കൽ വാർഫെയർ അന്നുണ്ടായിരുന്നു ബിറ്റ്വീൻ USSRൻ്റെ കമ്മ്യൂണിസം വേഴ്സസ് USA ക്യാപിറ്റലിസം. അത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ പോയിട്ട് ഇടപെടും, ഇവിടെ പോയിട്ട് ക്വാഡ് അലയൻസ് ഉണ്ടാക്കുക, വേറെ സ്ഥലത്ത് നാറ്റോനെ കൊണ്ടുവരിക, മൂന്നാമതൊരു സ്ഥലത്ത് ഷിയ അലയൻസ് ഉണ്ടാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഈ ഇറാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അമേരിക്ക ആദ്യ കാലഘട്ടത്തിൽ. എന്നിട്ട് അമേരിക്ക തന്നെയല്ലേ ന്യൂക്ലിയർ ഇതിനു വേണ്ടി പോയത്. ഇപ്പം എന്താ പറയണമെന്നറിയോ? രസകരമായിട്ടാണ്.
ഞങ്ങളുടെ അടുത്ത് ആയുധങ്ങളൊക്കെ ഉണ്ട്. ആ ആയുധങ്ങൾ മാരകമായിട്ടുള്ള ആയുധങ്ങൾ, ഇപ്പോൾ പറഞ്ഞാണ് ട്രംപ്, മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്. ഇനി ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്ത് വർത്താനത്? ഇതൊരു പ്രസിഡന്റിന് ചേർന്ന വർത്തമാണ്. ഇസ്രായേൽ നിങ്ങളെ പപ്പടമാക്കി കളയും, ചിലപ്പോൾ നിങ്ങളെ മൊത്തം കൊന്നുകളയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ പറയണത്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ന്യൂക്ലിയർ ആയിട്ടുള്ള മനസ്സിലായില്ലേ ആണവ കരാറിൽ ഒപ്പിട്ടോളൂ. പക്ഷെ ഞങ്ങളതിലില്ല, ഞങ്ങളതിൽ ഇടപെട്ടിട്ടില്ല. ഇത് എവിടുത്തെ വർത്താനമാണ്? യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് കൂടിയാണോ മറുപടി നൽകിയത് എന്ന് കൂടി സംശയിക്കണ്ടേ? കാരണം ഈ ചർച്ച ഇസ്രയേൽ ആഗ്രഹിച്ചിരുന്നില്ല, ഇറാനുമായുള്ള ചർച്ച ആഗ്രഹിച്ചിരുന്നില്ല. ആ ചർച്ച ഇപ്പോൾ 6ാം വട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലത് അമേരിക്കയോടുകൂടി ആവശ്യമില്ലാത്തതിൽ ഇടപെടേണ്ട എന്നൊരു മറുപടിയായിട്ട് അതിനെ കാണേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, ഒരു ചുക്കും ഇസ്രായേലിന് ചെയ്യാൻ പറ്റൂല. ഇസ്രായേലിൻ്റെ F-15, F-16, F-35 സകല വിമാനങ്ങളും അമേരിക്കയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. എന്തിനു പറഞ്ഞാൽ 1960 യോം കിപ്പൂർ യുദ്ധത്തിൽ അമേരിക്കൻ പൈലറ്റുകളാണ്, അതിനൊക്കെ തെളിവുകളുണ്ട്, അമേരിക്കൻ പൈലറ്റുകളെയാണ് അവരയച്ചു കൊടുത്തിരുന്നത്. 1948 അമേരിക്കൻ പൈലറ്റുകളും പ്ലെയിനുകളും അയച്ചു കൊടുത്തു. അല്ലാതെ ഇസ്രായേലിൽ നിന്ന് അവിടുന്ന് വിമാനങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്ന് ഒരു പുതിയൊരു രാഷ്ട്രം സൃഷ്ടിക്കുന്നു, അതിന് വിമാനങ്ങൾ ഉണ്ടാവുമോ? യുദ്ധവിമാനങ്ങളുണ്ടാവും 48-ൽ, അതിന് ടാങ്ക് ഉണ്ടാവും 48-ൽ. അതല്ല ഇവർ സപ്ലൈ ചെയ്ത് തന്നെയല്ലേ. യുക്രൈൻ എങ്ങനെ ഇത്ര കാര്യമായിട്ട് പിടിച്ചു വെക്കുന്നത്? അത് നാറ്റോ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലോകത്ത് മുഴുവൻ നടത്തുന്ന അമേരിക്ക പ്രോക്സി വാറുകൾ നടത്തുകയാണ്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. സാമ്രാജ്യത്തെ നമുക്ക് മനസ്സിലാക്കാം, വേഴ്സസ് ക്യാപിറ്റലിസം. സാമ്രാജ്യത്തെ രാജ്യങ്ങളിൽ പോയിടുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി ഇടപെടുന്നു, USSRൻ്റെ ഭാഗമായിട്ട് വന്ന രാഷ്ട്രങ്ങളിൽ പോയി ഇടപെടുന്നു. ഇത് ഞാൻ പറയട്ടെ, ഇത് വളരെ ആപൽക്കരമായിട്ടുള്ള രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരിപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ബോംബ് ഇട്ടെന്ന് വിചാരിച്ചോ, അതിൽ റേഡിയേഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ പരിക്ക് എവിടെയൊക്കെ പറ്റുമെന്ന് ആർക്കറിയാം? നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറാനെ ഒരുപാട് വിമർശിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പല രാഷ്ട്രങ്ങളും, കൊറിയ അടക്കമുള്ള പല രാഷ്ട്രങ്ങളും അണുവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ അണുവായുധം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇറാൻ എന്തുകൊണ്ടാണ് അണുവായുധം ഉണ്ടാക്കിക്കൂടാ? അതെന്താ അങ്ങനെ ഒരു സംസ്കാരം വരുന്നത്? അതായത് ചിലർക്ക് മാത്രം അണുവായുധങ്ങൾ ഉണ്ടാക്കുക, അതാണ് മേഖലയിലെ മേധാവിത്വം. അത് നിലനിർത്താൻ വേണ്ടിയും ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കുമോ എന്നുള്ള ആശങ്കയും അത് ആണവ ബോംബിലേക്ക് നയിക്കും എന്നുള്ള ആശങ്കയാണ്. അതാണ് കാര്യം. ആയിക്കോട്ടെ. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ബോംബ് ഉണ്ടാക്കാമല്ലോ, ബോംബ് ഒരുത്തിന് മാത്രം ഉണ്ടാക്കി വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണല്ലോ പക്ഷേ ഇവർ പറയുന്നത്, അമേരിക്കയിലും അങ്ങനെയാണല്ലോ പറയുന്നത്.